Good afternoon everyone. Welcome to another live session from Teachers Academy. This is Tindu and as usual today we will be discussing about Ielts Writing Task 2. നമ്മളെല്ലാ മൺഡേയിലും ചെയ്യാറുള്ള പോലെ തന്നെ Ielts Writing Task 2നെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാനായിട്ടും പോകുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 2 എന്ന് പറയുമ്പോൾ നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആൻഡ് നമ്മുടെ ടാസ്ക് 1 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടാസ്ക് 2 എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് ഐഡിയ ഉള്ള കാര്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ആൻഡ് ആസ് എ റിസൾട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് എഴുതാനും ഉണ്ടാവും. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ടു യൂസ് ഫോർമൽ ലാംഗ്വേജ് ഇൻ അവർ ടാസ്ക് 2. കംപ്ലീറ്റ്ലി ഫോർമൽ ആയിട്ടുള്ള നമ്മൾ ജനറലിലേക്ക് കേസ് എടുക്കുന്ന സമയത്ത് ഇൻഫോർമൽ ലെറ്റേഴ്സിൽ നമ്മൾ ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഫോർമൽ ആയിട്ടൊരു രീതിയിലായിരിക്കും ടാസ്ക് 2 എഴുതാനായിട്ടും പോകുന്നത്. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ഹൈ സ്കോർ വൊക്കാബുലറി. നമുക്ക് ഹൈ സ്കോർ വൊക്കാബ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു എസ്സേ എഴുതാനായിട്ട് സാധിക്കുന്നത്. സോ ഇവിടെ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹൈ സ്കോർ വൊക്കാബ് എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വൊക്കാബ്സ് യൂസ് ചെയ്തിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ഒരു എസ്സേ പ്രോംപ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ലൈവ് സെഷനിൽ നമ്മൾ കുറേ വൊക്കാബ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ ബേസിസിലായിരുന്നില്ല അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ആൻ എസ്സേ പ്രോംപ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദോസ് വൊക്കാബ്സ്. സോ അതിന് മുന്നേ ആയിട്ട് ബിഫോർ സ്റ്റാർട്ടിങ് let's wait for a couple of minutes so that everybody could join our session. Okay, so once again good afternoon. Okay, Santosh, good afternoon. Okay, Amla, good afternoon. Good afternoon. Okay, Stan, good afternoon. Okay, so let's start today's session. Okay, Parvati, good afternoon. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈ സ്കോറിംഗ് വൊക്കാബ്സ് യൂസ് ചെയ്തിട്ട് ഒരു എസ്സേ പ്രോംപ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാനായിട്ടും പോകുന്നത്. സോ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു അനലൈസ് ദ എസ്സേ പ്രോംപ്റ്റ്. ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു റിവ്യൂ സം ടാസ്ക് സ്പെസിഫിക് വൊക്കാബുലറി ദാറ്റ് യു കുഡ് യൂസ്. ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ വേർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുന്നുണ്ട്. ബിക്കോസ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ കുറേ വേർഡ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടല്ല, അതിന് പകരമായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ടുഡേ ആ ഒരു എക്സാക്ട് ടാസ്കിന് നിങ്ങൾക്ക് ഏതൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു റൈറ്റ് എ ഹൈ സ്കോറിംഗ് എസ്സേ ടുഗദർ. നമ്മൾ ആ ഒരു വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്നിച്ച് ഇന്നൊരു എസ്സേ എഴുതാനാണ് പോകുന്നത്. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ അങ്ങനെ നിങ്ങളൊരു എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, നിങ്ങളുടെ റിക്വയർഡ് സ്കോറിനനുസരിച്ചാണോ നിങ്ങൾ ആ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതിനുള്ളൊരു ടിപ്പും നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ഓൾ ദീസ് 4 factors. So there is an essay prompt. You can read the question. Okay, Bina, good afternoon.
Okay, the question is, you should spend about 40 minutes on the task and write about the following topic. നിങ്ങളോട് എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ട് അത് 40 minutes ആണ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. So, some governments spend a lot of money on exploring space. Some feel that this investment is justified while others think that money should be spent on public services like healthcare and education. Discuss both views and give your opinion. And give reasons for your answer and include any relevant example from your own knowledge or experience. You should at least write 250 words. So, ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ യു ആർ ആസ്ക്ഡ് ടു ഡിസ്കസ് ദീസ് ടു വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ. സോ ഫസ്റ്റ് യു ഹാവ് ടു കെയർഫുള്ളി റീഡ് ദ ക്വസ്റ്റ്യൻ. You can analyze the question and you have to find what is asked. Okay, Agila, good afternoon. Okay, so നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിചാരിക്കുന്നത് എന്ന് പറയുന്നത് ഈ പൈസ ശരിക്കും സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടല്ല. യു ഹാവ് ടു സ്പെൻഡ്, ദ ഗവൺമെൻറ് ഹാവ് ടു സ്പെൻഡ് ദീസ് മണി ഫോർ പബ്ലിക് സർവീസസ്. ആ സർവീസ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്പെൻഡ് ചെയ്യേണ്ടത്. സോ യു ഹാവ് ടു ഡിസ്കസ് ബോത്ത് ഓഫ് ദീസ് വ്യൂസ്. സോ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് സ്പേസ് എക്സ്പ്ലോറേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത് പബ്ലിക് സർവീസസ് ആണ്. ബട്ട് യു ഹാവ് ടു ഡിസ്കസ് ദീസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ. സോ നിങ്ങളുടെ 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വ്യൂ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം, സെക്കൻഡ് വ്യൂ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം, ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഗിവ് യുവർ ഒപ്പീനിയൻ. ഈ 3 കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ടാസ്ക് അച്ചീവ് ചെയ്തു എന്ന് പറയാനായിട്ടും സാധിക്കുള്ളൂ. സോ ഐ ഹോപ്പ് ദ ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ഫോർ യു. സോ നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം തിങ്ക് ചെയ്യേണ്ട കാര്യമാണ് എന്തൊക്കെയാണ് സ്പേസ് എക്സ്പ്ലോറേഷന് പൈസ ചിലവാക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ്. അതേപോലെ തന്നെ അവർ സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് സർവീസിന് പൈസ ചിലവാക്കുന്നതിൻ്റെ ബെനിഫിറ്റ്. സോ യു ഹാവ് ടു ഡിസ്കസ് ബോത്ത് ഓഫ് ദീസ്. നിങ്ങൾ ഒരിക്കലും ഒരു വൺ സൈഡിലേക്കല്ല ഡിസ്കസ് ചെയ്യേണ്ടത്, ബോത്ത് സൈഡ്സിനെ പറ്റിയും നിങ്ങളുടെ എസ്സേയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് യു ഹാവ് ടു ഗിവ് യുവർ ഒപ്പീനിയൻ. സോ ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എസ്സേ റൈറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ക്യാൻ സ്പെൻഡ് 1 or 2 minutes for analyzing these context. സോ ഇനി നമുക്ക് അറിയേണ്ട കാര്യമാണ് ഇത് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ വൊക്കാബ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് എ ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി. അതിനെ മാക്സിമം കണക്റ്റ് ആവുന്ന രീതിയിലുള്ള വേർഡ്സ് വെച്ച് എഴുതുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഹൈ സ്കോറിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ടും സാധിക്കുകയുള്ളൂ. ഓക്കെ, സുമി, ക്യാൻ യു സജസ്റ്റ് 1 or 2 vocabs related to this context? So here is a list of words. The first one is to squander. Squander means waste of money. Money waste ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. And the second one is to mine. Like we are mining coal or gold. ആ രീതിയിലുള്ള കാര്യങ്ങൾ. Then literacy. So നമ്മൾ സൊസൈറ്റിയുടെ ബെനിഫിറ്റിനെ പറ്റി പറയുന്നത് കൊണ്ട് യു ക്യാൻ യൂസ് ലിറ്ററസി. മീൻസ് ദ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ്, അതിനെയാണ് നമ്മൾ ലിറ്ററസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റോക്കറ്റ്. ഇത് ഞാൻ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാട്ട് ഈസ് റോക്കറ്റ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് വാക്സിൻ. ബിക്കോസ് നമ്മുടെ കോണ്ടെക്സ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് സൊസൈറ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് നീഡാണ് വാക്സിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആസ്ട്രോനോട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്പേസിലേക്ക് ട്രാവൽ ചെയ്യുന്നവരെയാണ് നമ്മൾ ഈ ഒരു നെയിം യൂസ് ചെയ്ത് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് uninhabitable. That means it's not suitable for living. It's impossible to live there. So ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് എക്സ്പ്ലോറേഷൻ റിലേറ്റ് ചെയ്ത് അതല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് സർവീസ് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന വൊക്കാബ്സ് ആണ്. സോ ഇങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് എന്നല്ല, ഈച്ച് ആൻഡ് എവറി കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോഴും ഇതേപോലെ ഒരു ലിസ്റ്റ് ഓഫ് വൊക്കാബ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ അമല, ഗുഡ് ആഫ്റ്റർനൂൺ. സോ now we are going to discuss the question. നമുക്ക് 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്പേസ് എക്സ്പ്ലോറേഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യണം, അതേപോലെ തന്നെ പബ്ലിക് സർവീസിന് പൈസ സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഈ 2 കാര്യത്തിനും പൈസ സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ടു ഗീവ് അവർ ഒപ്പീനിയൻ. സോ എന്തൊക്കെയാണ് സ്പേസ് എക്സ്പ്ലോറേഷൻ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? ദാറ്റ്സ് അവർ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക്
സ്പേസ് റിസർച്ച് ചെയ്യുമ്പോൾ മെനി നോക്ക് ഓൺ എഫക്ട്സ് ഫോർ ഓർഡിനറി പീപ്പിൾ, സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും, എന്താണ് കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ സൺഗ്ലാസസ്. നമ്മൾ ഈ സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്ന തന്നെ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ ഈസ് ക്യാൻ ഹെൽപ്പ് ടു പ്രൊട്ടക്റ്റ് us ഫ്രം ആസ്ട്രോയിഡ് കൊളിഷൻസ്. നമ്മൾക്ക് എർത്തിലേക്ക് എന്തെങ്കിലും ഒരു ആസ്ട്രോയിഡ് കൊളിഷൻ എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ, നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്കിതൊക്കെ അറിയണമെങ്കിൽ വി നീഡ് സ്പേസ് എക്സ്പ്ലോറേഷൻ. നമുക്കത് കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ മൂവി പോലെ ഫീൽ ചെയ്യുമെങ്കിലും ഇറ്റ്സ് ആൻ ആക്ച്വൽ കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് വി മൈറ്റ് ഫൈൻഡ് എ ന്യൂ പ്ലാനറ്റ് ടു മൈൻ ഓർ കോളനൈസ്. നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ എർത്തിന് എന്തെങ്കിലും ഒരു ഡേഞ്ചർ എന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് മാറി താമസിക്കാൻ ഒരു അനദർ പ്ലാനറ്റ് മേ ബി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് സ്പേസ് എക്സ്പ്ലോറേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ഈസ് മണി ഷുഡ് ബി സ്പെൻഡ് ഓൺ പബ്ലിക് സർവീസസ്. സോ അവിടെ നമ്മൾ ആലോചിക്കണം എന്തൊക്കെ കാര്യത്തിനാണ് ഗവൺമെൻറ് പബ്ലിക് സർവീസിൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് പീപ്പിൾ ആർ സ്റ്റാവിങ് ആൻഡ് ഡൈയിങ് ഓഫ് ട്രീറ്റബിൾ ഡിസീസസ്. ദേ നീഡ് ദിസ് മണി. നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ആളുകൾ ഇപ്പോഴും വിശന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദാറ്റ് മീൻസ് പോവർട്ടി സ്റ്റിൽ ഉണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടാവുന്ന ഡിസീസസ് കാരണം ഒരുപാട് പേര് ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് കാര്യത്തിനും ഒപ്പോസായിട്ട് അത് ഇറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് മണി. സ്പേസ് എക്സ്പ്ലോറേഷൻ ഈസ് നോട്ട് യൂസ്ഫുൾ എനി ലോങ്ങർ ബിക്കോസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ഇനിയും ഫർദർ ആയിട്ട് അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. The next one is government money should be spent on citizens first. ഗവൺമെൻറ്റിൻ്റെ പൈസ ആദ്യം സ്പെൻഡ് ചെയ്യേണ്ടത് സിറ്റിസണ് വേണ്ടിയിട്ടാണ്. അതിനുശേഷം മാത്രമാണ് ഇതുപോലത്തെ അഡീഷണൽ കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടത്. സോ ഇത്രയുമാണ് നമ്മുടെ കയ്യിലുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ടു ടേക്ക് ആൻ ഒപ്പീനിയൻ. യു ക്യാൻ either സപ്പോർട്ട് സ്പേസ് എക്സ്പ്ലോറേഷൻ ഓർ പബ്ലിക് സർവീസ്. ഇറ്റ്സ് നോട്ട് എ മാറ്റർ. നിങ്ങൾ എന്തൊരു ഒപ്പീനിയൻ എടുക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല. ബട്ട് യു ഹാവ് ടു സ്റ്റേറ്റ് ആൻ ഒപ്പീനിയൻ. ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും മറന്നു പോകാനായിട്ടും പാടില്ല. സോ നൗ വി ആർ മൂവിങ് ടു ആ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ്. നമ്മുടെ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സിൽ ഞാനിപ്പോൾ ഒപ്പീനിയൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഇൻ അവർ ബാൻഡ് 7 കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു 7 ടാസ്ക് റെസ്പോൺസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഹാവ് ടു പ്രസൻറ്റ് എ ക്ലിയർ പൊസിഷൻ ത്രൂ ഔട്ട് ദ റെസ്പോൺസ്. നിങ്ങളുടെ ഒരു എസ്സേയിൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ ഫോർ ദാറ്റ് you have to state your opinion in the introduction paragraph as well as the കൺക്ലൂഷൻ പാരഗ്രാഫ്. ഈ 2 പാരഗ്രാഫിലും നിങ്ങളുടെ ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതർവൈസ് നിങ്ങളുടെ എസ്സേ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻട്രൊഡക്ഷന് പറഞ്ഞിട്ടില്ല എന്ന് കരുതുക. നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് എക്സാമിൽ നിന്ന് ആ ഒരു ഒപ്പീനിയൻ അറിയണം എന്നുണ്ടെങ്കിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദ എൻഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നിങ്ങൾ കൺക്ലൂഷനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓവറോൾ എസ്സേയുടെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുക്കുന്നത്. അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇറ്റ് വിൽ ബി എ നെഗറ്റീവ്. സോ ആ ഒരു എസ്സേയിൽ കംപ്ലീറ്റ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സോ യു ഹാവ് ടു സ്റ്റേറ്റ് ഇറ്റ് ഇൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. ഇൻ കേസ് നിങ്ങളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പൊസിഷൻ സ്റ്റേറ്റ് ചെയ്തിട്ടില്ല, അത് ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആണ് പറയുന്നത്, ഒരിക്കലും ഒരു ന്യൂട്രൽ ഒപ്പീനിയൻ എടുക്കാനായിട്ടും പാടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നത് ഇൻ ബാൻഡ് 3 യു ക്യാൻ സീ ഡു നോട്ട് എക്സ്പ്രസ് എ ക്ലിയർ പൊസിഷൻ. കറക്റ്റായിട്ട് നിങ്ങൾ ഇതിൽ ഏത് സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇനി ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡ് എന്ന് പറയുന്നത് ബാൻഡ് 3 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ എക്സാമിനൊക്കെ അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പ്രാക്ടീസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. സോ ഞാൻ ഇന്ന് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല ബിക്കോസ് നമ്മൾ ഇതിന് മുന്നേ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ either വാച്ച് ദ ലൈവ് സെഷൻ, ഇറ്റ്സ് ഓൾറെഡി അപ്ലോഡഡ്. അതർവൈസ് നിങ്ങൾക്ക് ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ് അഡീപ്പിയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവുന്നതാണ്. സോ വി ആർ മൂവിങ് ടു ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ദെൻ യു ക്യാൻ റീഫ്രേസ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ റൈറ്റ് ദ തീസിസ്. തീസിസിലാണ് നിങ്ങൾ എന്തൊക്കെയാണ് ESL ചെയ്യാൻ പോകുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതും പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. So we are writing like in the last century billions of dollars have been spent on the exploration of the universe. Although some support this investment, others feel that this money is squandered and should instead be spent tackling Earth's many problems such as public health and education. In this essay, I will examine both views and explain
Why I agree that the government should cease funding space programs. So ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് പണ്ട് മുതലേ ഗവൺമെൻറ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, രണ്ട് വ്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് സ്പേസ് എക്സ്പ്ലോറേഷനിൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ട, ഇറ്റ്സ് എ വേസ്റ്റ് എന്നുള്ളതിൻ്റെ റീസൺ ആണ് ഞാൻ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഞാൻ പബ്ലിക് സർവീസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ എസ്സേ പറയാനായിട്ടും പോകുന്നത്. ദെൻ ഇൻ അവർ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് നമ്മൾ എന്താണ് ഫസ്റ്റ് ബോഡിയിൽ ചെയ്യേണ്ടത്, നമ്മുടെ ഫസ്റ്റ് വ്യൂ ഡിസ്കസ് ചെയ്യണം വിത്ത് എക്സ്പ്ലനേഷൻ ആൻഡ് എക്സാമ്പിൾ. ആൻഡ് സെക്കൻഡ് ബോഡി പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് വ്യൂ ഡിസ്കസ് ചെയ്യുക വിത്ത് എക്സ്പ്ലനേഷൻ ആൻഡ് എക്സാമ്പിൾ. ഇതാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് അവർ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്. Those who advocate this state-funded research argue that the future of humankind may depend on such a discovery. If we found an Earth-like planet nearby, for instance, they claim that our species could mine its resources or even colonize the potentially migrate there. Once our own planet become uninhabitable, indeed, projects are already underway investigating the feasibility of life on Mars, among other places. Thus, to these supporters, the government's money is well spent on exploring outer space as it could ultimately save us. So, ഞാൻ എൻ്റെ ഫസ്റ്റ് വ്യൂവിൽ പറഞ്ഞു ഓൾറെഡി ഇതുപോലത്തെ ഒരുപാട് എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനൊരു വേറൊരു പ്ലാനറ്റ് നമുക്ക് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കോളനൈസ് ചെയ്യാനായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു പ്ലാനറ്റ് ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. അതിന് ഞാൻ എൻ്റെ എക്സാമ്പിൾ സ്റ്റേറ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി മാർസിൻ്റെ സ്റ്റഡിയൊക്കെ നടക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. In the second body paragraph, you have to state the second view. So, others, however, myself included, എൻ്റെ ഒപ്പീനിയനും അതാണ് എന്നുള്ളത് ഞാൻ അവിടെ ഒന്ന് സ്റ്റേറ്റ് ചെയ്തു. Do not support this ongoing exploration. Indeed, in the last few decades, countries like the USA have spent over 100 billion sending astronauts, rovers and rockets out onto the galaxy, and the results have been negligible. ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടും അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടും സാധിച്ചിട്ടില്ല. If this money had been spent instead on improving literacy or sanitation in the third world, or on researching vaccines and treatments for deadly diseases, our lives would be much better than they currently are. ഈ ഒരു എമൗണ്ട് ലിറ്ററസി ഇമ്പ്രൂവ് ചെയ്യാൻ, അതല്ലെങ്കിൽ വാക്സിൻസോ ട്രീറ്റ്മെൻറ്റ്സോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് ഇതിലും ബെറ്റർ ആയിരുന്നേനെ. ഗിവൺ ദാറ്റ് പ്രൈവറ്റ് ബിസിനസ്സസ് സച്ച് ആസ് ടെസ്ല ആൻഡ് വെർജിൻ ആർ നൗ പോറിംഗ് മണി ഇൻ ടു സ്പേസ് റിസർച്ച്, ഗവൺമെൻറ്റ്സ് നോ ലോങ്ങർ നീഡ് ടു വേസ്റ്റ് ദെയർ മണി ഓൺ ദെയർ ഫ്രൂട്ട്ലെസ് പെർസ്യൂട്ട്. സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ ഒരുപാട് പ്രൈവറ്റ് ഫേംസ് ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം ഗവൺമെൻറ് ആ എമൗണ്ട് സൊസൈറ്റിയിലെ സിറ്റിസൺസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. സോ ഇത്രയായപ്പോൾ നമ്മുടെ രണ്ട് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നൗ യു ഹാവ് ടു സ്റ്റേറ്റ് കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ നമ്മളൊരു ഓവറോൾ ഔട്ട്ലൈൻ കൊടുക്കുക, നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞത് എന്നുള്ളത്. സോ ഇൻ കൺക്ലൂഷൻ, ഹ്യൂമാനിറ്റീസ് thirst for knowledge is unquenchable. It is time, however, for private corporations to invest and for governments to take responsibility for their real duty here on earth. സോ ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ സൊസൈറ്റിയിലെ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയായപ്പോൾ നമ്മുടെ എസ്സേ കംപ്ലീറ്റ് ആയി. സോ ആസ് എ ഓൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു എസ്സേ വന്നിട്ടുണ്ടാവുക. നമുക്കൊരു 300 എബവ് വേർഡ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വൊക്കാബ്സും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ എസ്സേ വേർഡ്സിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ആ ഒരു എസ്സേ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ ആൻഡ് യു ക്യാൻ സ്കോർ എ മാക്സിമം ഓഫ് 8 or 8.5. 9 എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് 8.5 വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈ ഒരു രീതിയാണെങ്കിൽ തന്നെ ഇറ്റ് വിൽ ബി ഓക്കെ. സോ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു ബാൻഡ് സ്കോറിനെ പറ്റിയിട്ട് ഒരു ഫീഡ്ബാക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന്. സോ അതിന് വേണ്ടിയിട്ട് യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് us. ഈവൻ ഇപ്പോൾ നിങ്ങൾ ഫുൾ ടൈം കോഴ്സിന് എൻറോൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾ എഴുതുന്ന എസ്സേസ് നമുക്ക് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. ഫോർ ദാറ്റ് യു ക്യാൻ കോൺടാക്ട് ഇൻ ദ നമ്പർ ഗിവൺ ബിലോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് this live session is useful for you guys. If you have any doubts, you can ask me. Okay, thank you. Okay, Betsy, thank you. Okay, thank you. Okay, so once again, this is Tindu from Teachers Academy, and thank you for watching the live session. So see you on next Monday. Thank you.